ഇനി ഒരു ടീച്ചറും 40 കുട്ടികളും ചേർന്നുണ്ടാക്കിയ ഒരു ഉപഗ്രഹ കഥയാണ്. തിരുവനന്തപുരം പൂജപ്പുരയിലെ LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നിർമ്മിച്ച വിസാറ്റ് എന്ന ഉപഗ്രഹവും ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണവും. അതിനു പിന്നാലെ ചരിത്രത്തിൽ ഇടം പിടിച്ച വനിതകളെയും ഇനി പരിചയപ്പെടാം. It was not an easy journey for us. We dreamed together, worked together, and finally we did it. ആരംഭം ഇവിടെയാണ്. ഒരു ക്ലാസ് മുറിയിലിരുന്ന് ഒരുമിച്ച് കണ്ട സ്വപ്നം സാറ്റലൈറ്റ് വിക്ഷേപണം. 4, 3, 2, 1, 0. ചിന്തകൾ മിസൈൽ വേഗത്തിൽ യാത്ര തുടങ്ങിയപ്പോൾ ഈ പെൺപടിയുടെ സ്വപ്നങ്ങൾ ആകാശം തൊട്ടു. 2018 തൊട്ട് നമ്മുടെ തലയിൽ ഓരോ രാത്രിയും നമ്മളിങ്ങനെ സ്വപ്നം കാണും. നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം ഒരു ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് പറന്ന് അത് ബഹിരാകാശത്തൊടുന്ന ആ ഒരു സീന് അത് യാഥാർത്ഥ്യമാകുകയും അത് ശ്രീഹരിക്കോട്ടയിലെ മിഷൻ കൺട്രോൾ സെൻറ്ററിൻ്റെ മുന്നിൽ നിന്ന് അത് കാണുവാൻ കഴിയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അൺഇമാജിനബിൾ, ഒരിക്കലും നടക്കാത്ത. അപ്പോൾ ഈ ജേണി എന്ന് പറഞ്ഞാൽ മിഷൻ ഇമ്പോസിബിൾ ടു പോസിബിൾ, അങ്ങനെ ഒരു ജേണിയാണ്. അപ്പോൾ അതൊരു സത്യത്തിൽ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. കുറേ കഷ്ടപ്പെട്ടു. ലൈക്ക് ഞങ്ങളുടെ അവസാനത്തെ ആ ഒരു ലാപ്പിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഊണും ഉറക്കം ഇല്ലാതെ ഞങ്ങൾ ഓരോ പണി ചെയ്തത്. ആ ഒരു ലോഞ്ച് ടൈമിൽ ഞങ്ങളത് ലോഞ്ച് കണ്ടപ്പോൾ അത് വലിയൊരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഈ പെൺകൂട്ടത്തെ കൊണ്ട് എന്ത് കഴിയുമെന്നായിരുന്നു പലരുടെയും പരിഹാസ ചോദ്യം. പെണ്ണിന് എന്താ കുഴപ്പമെന്ന 40 പേരുടെ മറുപടി കൂടിയാണിത്. ഞാനും കുറച്ച് പെൺകുട്ടികളും ചേർന്ന് ഇത് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരും തന്നെ കൺവിൻസ്ഡ് ആയില്ല. ഞങ്ങൾ ഒത്തിരി പ്രസൻറ്റേഷനിൽ പോയി ഞങ്ങളെ മടക്കി അയച്ചു. നിങ്ങൾക്ക് ഇത് വിജയിക്കാൻ പറ്റുമോ, അങ്ങനെ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. എനിക്ക് ഭ്രാന്തെന്ന് പറഞ്ഞവർ തന്നെയുണ്ട്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അടുത്തൊരു PSLV ലോഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളുടെ വിസാറ്റ് തീർച്ചയായിട്ടും ബഹിരാകാശം തൊടും. കോളേജിലെ സ്പേസ് ക്ലബ് മുറിക്കകത്ത് കണ്ട സ്വപ്നം 5 വർഷത്തെ യാത്ര പിന്നിട്ട് ആകാശത്തേറി. ഇന്നിതാ ഈ കോളേജിന് ഏറ്റവും മുകളിൽ വിസാറ്റിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു.